ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നൊരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ 5D വേർഷൻ, അവർ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിനെ കുറിച്ച് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അവരൊരു തരത്തിൽ നിങ്ങൾക്ക് നൽകുന്ന അവരുടെ 5D വേർഷനിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് 3 ഗ്രൂപ്പുകൾക്കും 3 ചാമുകൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പുകളിലെയും റീഡിങ് മുഴുവനായി നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. അതുപോലെ ആവർത്തിച്ച് വരുന്ന സന്ദേശങ്ങളും നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, പിൻഡ് കമൻസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്തതിന് ശേഷം നേരെ പോയി ആ ടൈം സ്റ്റാമ്പ്സിൽ പോയി നിങ്ങളുടെ ഗ്രൂപ്പിലെ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കും അല്ലെങ്കിൽ കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കുറിച്ച് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവർക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് നൽകാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ട കളക്റ്റീവ്സ്, അവരുടെ ഫ്യൂച്ചർ സ്പൗസ്, അവർക്ക് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഗ്രൂപ്പ് 1നോട് എന്താണ് പറയാനുള്ളത്. ആദ്യമേ അവർ പറയുന്നു, ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആണ് എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പാണ്. നിങ്ങൾ ഒരുമിച്ച് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് സക്സസ്ഫുൾ ആയിരിക്കും, അതാണ് അവരുടെ ഒരു അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ അവർക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അത്രയും സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിരിക്കും നിങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും നിങ്ങൾ രണ്ടുപേരുടെയും. നിങ്ങൾ ഒരുപാട് ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുക, അത്യാവശ്യം കുട്ടികളിക്കായിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു കണക്ഷനായിരിക്കും. ഒരു സീരിയസ് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങളോട് എടുത്ത് പറയുകയാണ്. അവർ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു കാര്യമാണ്, നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഹാപ്പി മാരേജ് ആണ്. വളരെ സന്തോഷം നിറഞ്ഞതും നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് അവർ തരുന്നത്. അത്രയും സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്യൂട്ടിഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന, നിങ്ങൾ ഒരുമിച്ച് ആകുമ്പോഴാണ് അവിടെ ഒരു പൂർണ്ണത വരുന്നത്. അങ്ങനത്തെ ഒരു കണക്ഷനാണ്. അവരെ സംബന്ധിച്ച് നിങ്ങളെ വിവാഹം കഴിക്കാൻ, നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ വിജയമായിട്ടാണ്, ഒരു വലിയ നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ അവരുടെ ഒരു തോന്നലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്യൂട്ടേഴ്സ് ഉണ്ട്, അതായത് അവരൊരുപാട് എഫേർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ, അവരുടെ പെർസ്പെക്റ്റീവാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ആകുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അവരുടെ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പേഷ്യൻ്റ്ലി അവർ അവരിൽ തന്നെ അപ്ഗ്രേഡ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നതും ഒന്ന് കുറച്ച് കാത്തിരിക്കൂ, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് മാറട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എൻ്റെ ഒരു വേർഷൻ ഉണ്ട്, ആ ഒരു ബെസ്റ്റ് വേർഷൻ, അതിലേക്ക് മാറിയിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിലേക്ക് എന്തായാലും വരുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ചൊന്ന് കാത്തിരിക്കണം എന്ന് പറയുന്നു. 3 നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് എനർജി. ഇവിടെ 2 നൈറ്റ് എനർജി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 5 ഓഫ് സ്വോർഡ്സുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നതാണ്, അവർ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റൊമാൻറ്റിക് പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു റൊമാൻറ്റിക് ടൈം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന
ടൈപ്പ് ഓഫ് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ് നിങ്ങൾ എന്നവർ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് അവരുടെ 5D വേർഷനിൽ നിന്നാണ് നമുക്ക് ഈ മെസ്സേജസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ 3D വേർഷൻ ഇപ്പോൾ കറൻ്റ്ലി എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു 5D വേർഷൻ, ആ ഒരു ഹയർ സെൽഫ്, അവരുടെ ഫ്യൂച്ചർ സെൽഫാണ് നമുക്ക് ഈ മെസ്സേജസ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് അവരെ സംബന്ധിച്ച് നിങ്ങൾ വളരെ എന്താ പറയുക, സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർ വളരെ റൊമാൻറ്റിക് ആണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതലും അവരുടെ ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു പ്രണയം അവർ ആ ഒരു റൊമാൻറ്റിക് ജസ്റ്റേഴ്സിലൂടെ ആയിരിക്കും കാണിക്കുക. പിന്നെ അവരും അതുപോലെ അവർ ഈ ഒരു ബന്ധത്തിൽ ഒരു റിലീഫ് ഓഫ് ചെയ്ത് എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിനെ അവർ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ എനർജറ്റിക്കലി കണക്റ്റഡ് ആക്കുന്നത് അവരെ സംബന്ധിച്ച് അത് എന്താ പറയുക, ഒരു ആദ്യത്തെ അനുഭവമായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ആ ഒരു വേർഷൻ ഓഫ് യോഴ്സ്, ഓക്കെ, നിങ്ങളുടെ ആ ഒരു രീതികൾ, നിങ്ങളുടെ ഒരു എന്താ പറയേണ്ട അപ്പിയറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് അത് അവർക്ക് അതിലൊരു പുതുമയുണ്ട്. ആ ഒരു പുതുമയിൽ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയായിരിക്കും ഈ റിലേഷൻഷിപ്പ് എന്ന് ഒരു എന്താ പറയുക, കൃത്യമായൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും അവർ നിങ്ങളുടെ കൂടെ ആ ഒരു റിലേഷൻഷിപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, ഓക്കെ, അത് യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ട് അവർ കംപ്ലീറ്റ്ലി റെഡിയാണ്. ഓക്കെ, അതിനായിട്ട് തയ്യാറാണ്. അവരുടെ ബെസ്റ്റ് വേർഷനിലേക്ക് മാറാനായിട്ട് ഉള്ള ഒരു എഫേർട്ടിലാണ് ഇപ്പോൾ എന്ന് പറയുന്നു. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, അവർക്ക് മുന്നേ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. പക്ഷേ അവർക്ക് അതിനൊക്കെ പകരമായിട്ട് ഈശ്വരൻ തരുന്ന, ഓക്കെ, അവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത്. ഓക്കെ, അവരാഗ്രഹിച്ച പോലത്തെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത്. അവർക്ക് അതുവരെ നടന്നിട്ടുള്ള അവർക്ക് ഒരുപാട് സംതൃപ്തി തരാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയല്ല, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഇപ്പോൾ ഫാമിലിയിലായിക്കോട്ടെ, അവരെ കൃത്യമായി മനസ്സിലാക്കുകയോ അവരുടെ ഇൻറ്റൻഷൻസ് കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളായിരിക്കാം കൂടുതൽ ചുറ്റും അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു ലെവൽ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, അസംതൃപ്തി അവർക്കുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി അവർക്ക് പൂർണ്ണ സംതൃപ്തി തന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന, അവരാഗ്രഹിച്ചതിലും മികച്ച ഒരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അതിലൊരു മാജിക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ ചിലപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുന്ന ആ ഒരു രീതി, ഞാൻ പറഞ്ഞല്ലോ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് യുണീക്ക് ക്വാളിറ്റീസ് ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ സാധാരണ കണ്ടുപരിചയിച്ചതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വ്യത്യസ്തരാണെന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതിലൊരു മാജിക് ഫീൽ ചെയ്യാണ്, അവർക്കൊരു മിറാക്കിൾ ഫീൽ ആണ്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റിൽ എന്താ പറയുക, യൂണിവേഴ്സ് ഇവിടെ ഒരു മിറാക്കിളാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ രൂപത്തിൽ. അങ്ങനെയാണ് അവരുടെ പെർസ്പെക്റ്റീവ്. അതുപോലെ പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് അവരെ ഒരുപാട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാനും ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്. കാരണം ഒരുപാട് കൂടെ നിൽക്കും, വിഷമങ്ങളിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പലരും അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഓൾറെഡി അവർക്ക് നിങ്ങളോട് ആ ഒരു വിശ്വാസം അത് ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആകും എന്നൊരു പൂർണ്ണ വിശ്വാസം അവർക്ക് ഇപ്പോഴേ ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. അതുമാത്രമല്ല, ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളും ഇനി ഭാവിയിൽ ഉണ്ടായാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ധൈര്യമായിട്ട് എന്താ പറയുക ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന് നല്ല സന്തോഷമുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ അത്രയും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാർട്ട്ണറാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ധൈര്യം അവർക്ക് കിട്ടുന്നുണ്ട്. അവരത്രയും ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറാകുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം കിട്ടുന്നത് നിങ്ങളുടെ പ്രസൻസിലൂടെയാണ്. പിന്നെ അതുപോലെ പറയുന്നത്, ഇവിടെ റൊമാൻറ്റിക് റിലേഷനാണ്, പക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും
നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നാണ് അവർ അറിയിക്കുന്നത്. ഓക്കെ, നിങ്ങളും അവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഇതൊരു റൊമാൻറ്റിക് കണക്ഷനായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നീട് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാരേജൊക്കെ കഴിഞ്ഞാലും ഒക്കെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സോൾ ഫാമിലി മെമ്പേഴ്സാണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകുക, പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് കൂടുതൽ നിങ്ങൾ ചെയ്യുക ഈ ഒരു കണക്ഷനിലായതിന് ശേഷം. പിന്നെ അതുപോലെ എന്താ ഒരു ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്ന് കാണുന്നു. അപ്പോൾ അവരുടെ ഇതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, അവരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം, നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പാണ് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അവരതിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് അതിൽ തന്നെ കൂടുതൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത്, ആ ഒരു ബന്ധത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് പോകുക എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ അവർ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്നും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ അവർ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു ബന്ധത്തിന് കൂടുതൽ ഒരു എന്താ പറയുക ക്ലാരിറ്റി നൽകുക, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ കൂടുതൽ എളുപ്പമാക്കുക എന്ന് അവർ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞു വയ്ക്കുകയാണ്, അവർ ആ ഒരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ, അതായത് നിങ്ങൾ ഈ ഫ്യൂച്ചർ സ്പൗസിൻ്റെ 3D വേർഷനെ പരിചയപ്പെട്ട് ഈ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ അവരങ്ങനെയാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അവരങ്ങനെയാണ്. അപ്പോൾ അത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് ഗുണമാകുകയുള്ളൂ എന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ 5D വേർഷൻ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ മാത്രമല്ല എന്താ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം, നിങ്ങളുടെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവർ ഒരിക്കലും കൈ കടത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, നിങ്ങളൊരു വിവാഹത്തിന് മുന്നേ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായ കുറേ എന്താ പറയുക എൻജോയ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, അതൊന്നും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. ഇവരുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം, ഈ ഒരു കണക്ഷൻ ഫോം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ല എന്നൊരു പറയുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം അവരൊരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവർ തിരിച്ചും എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളും അത് തിരിച്ചു കൊടുക്കണം. അവരുടെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ജഡ്ജ്മെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇത് ഈശ്വരനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കണക്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾ രണ്ടുപേരും ഈ ജന്മത്തിൽ ഒന്നിക്കണം എന്നുള്ളത് അത് ഈശ്വരൻ്റെ നിശ്ചയമാണ് എന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പറയുന്നത് കേട്ടോ. പിന്നെ അവർ എന്തായാലും ഒരു സർപ്രൈസ് സഡൻ ഈ ഒരു മീറ്റിംഗ് അത് ഈ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ച് ഇതൊരു ടവർ മൊമെൻ്റ് ആണ്. ടവർ മൊമെൻറ്റ് ഇൻ ദ സെൻസ് നല്ല രീതിയിലാണ് കേട്ടോ. കാരണം അവർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടൈം, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഓൾറെഡി ഒരു എന്താ പറയുക ടവർ മൊമെൻ്റ് ആണ്. നിങ്ങൾക്കും അതൊരു എന്താ പറയുക ട്വിസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നിങ്ങൾ റിയലൈസ് ചെയ്യില്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണെന്നൊക്കെ. പിന്നീടാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ കണ്ടുമുട്ടി എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളോട് അറിയിക്കാൻ അവരാണ് അവരുടെ ആ ഒരു മെസ്കുലിൻ എനർജിയാണ് എംബ്രേസ് ചെയ്യുന്നത്. ഓക്കെ, അവരായാലും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഡിവൈൻ മെസ്കുലിൻ ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രൊട്ടക്റ്റീവ്നെസ് കൂടുതലായിരിക്കും. നിങ്ങൾ ഈ കണക്ഷനിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, വളരെ സെക്യൂർ ആയിരിക്കും. അതുമാത്രമല്ല അവർ മുന്നേ അറിയിക്കുകയാണ്, അവർ ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് പൊസസീവ് ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആവാൻ, പൊസസീവ്നെസ് ഇൻ ദ സെൻസ് പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിൽ വേദന ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനത്തെ അത്രയും നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കെയർ ചെയ്തിട്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് എക്സിബിറ്റ് ചെയ്യുന്നത്. അവരുടെ തോട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ അത് മാത്രമാണ്, അല്ലാണ്ട് ടോക്സിക് ആയിട്ട് വേറൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ് പറയണത്. ഈ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഇത് പ്രതീക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നു. വാ, നോക്കൂ നമുക്ക് കിട്ടിയ കാർഡ് ഏതാണെന്ന്. നിങ്ങൾ അവരുടെ എന്താ പറയണ്ടേ എക്സാക്റ്റ് ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ തുല്യരാണ് എന്നാണ് അവർ പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ മെസ്സേജാണ് വന്നത് നമുക്ക്.
നിങ്ങൾ തുല്യരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഗ്രൂപ്പ് 1 ഒരിക്കൽ പോലും തോന്നരുത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനേക്കാളും താഴെയാണ് അല്ലെങ്കിൽ സുപ്പീരിയർ ആണ്. ഇങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പറയുന്നു നിങ്ങൾ തുല്യരാണ്. ഓക്കെ, ഒരേ ലെവലിലുള്ളവരാണ്, ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഇക്വാളിറ്റി ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഒരു വളരെ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം ഒരേ രീതിയിൽ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അവർ ഉറപ്പ് തരികയാണ് കേട്ടോ. അത് പറഞ്ഞ് ഞാൻ സമയം നോക്കിയപ്പോൾ 15 എന്നാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനത്തെ നമ്പർ, ആ ഒരു പെർട്ടിക്കുലർ നമ്പർ എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ മീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾ കുറേ കാണാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ബാലൻസ്ഡ് കണക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു നമ്മൾ ഇപ്പോൾ ഈ ശിവപാർവതി ബന്ധത്തിനൊക്കെ പറയുന്നത് കറക്റ്റായി ഇതാണ്. ഡിവൈൻ മസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ആ ശിവപാർവതി ബന്ധം എന്ന് പറയുന്നത്. അവർ ഒരു ഈക്വൽ കൗണ്ടർ പാർട്സ് ആണ്. അതേ രീതിയിലുള്ള ഒരു കണക്ഷൻ. അതാണ് എനിക്ക് വരുന്ന ഒരു ഇമേജ്, എനിക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ അതാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, അതും അർദ്ധനാരീശ്വര സങ്കല്പമാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ്നെസ് നിങ്ങൾ അനുഭവിക്കുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ ലവ്, ഒരു ഡിവൈൻ കണക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളോട് പറയാണ് ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സമാധാനം തരുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. കാരണം നിങ്ങൾ തുല്യരാണ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കാനായിട്ട് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ടാകാം. ചിലപ്പോൾ ഇവരുടെ ഒരു കരിയർ കൊണ്ടോ ഇവരുടെ ഒരു പൊസിഷൻ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവർ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ തുല്യരാണ്. ഓക്കെ, അവർ ആ വ്യക്തി എന്ന് മാത്രം കാണുക. അവരുടെ പൊസിഷൻ, അവരുടെ കരിയർ അതൊന്നുമല്ല നോക്കേണ്ടത്. അവർ നിങ്ങളുടെ പാർട്ട്ണറാണ് അല്ലേ. ആ ഒരു കൺസെപ്റ്റിൽ മാത്രം അവരെ കാണാനായിട്ട് പറയുന്നു, അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. ബാക്കിയെല്ലാം എക്സ്റ്റേണൽ ആണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റേത്. അപ്പോൾ ഇതാണ് അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശങ്ങൾ. ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ സംബന്ധിച്ച് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 ഫ്യൂച്ചർ സ്പൗസ് അവരെ സംബന്ധിച്ച് എത്രയൊക്കെ ക്ലൂസ് ഗ്രൂപ്പ് 1 നൽകാൻ സാധിക്കുമോ അത്രയും ക്ലൂസ് അവർക്ക് നൽകുക. ഗ്രൂപ്പ് 1 ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ആഴ്ചകൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ചിട്ടുണ്ടാക്കുക. ഓക്കെ, പിന്നെ ഓട്ടം സീസൺ, ഫോൾ സീസൺ, അതായത് ശിശിരകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ശിശിരകാലം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയായിരിക്കാം. ഓക്കെ, പിന്നെ 2 സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുള്ളത് ടോറസും ലിയോയുമാണ്. ടോറസ് ലിയോ പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കും സോഡിയാക് സൈനായിട്ട്. 2 മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ ജനുവരി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന മാസം ആകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ലെറ്ററാണ് കിട്ടിയിരിക്കുന്നത്, O. അപ്പോൾ ഈ ഒരു ലെറ്റർ അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടായിരിക്കാം, ഈ ഒരു O എന്നുള്ള ലെറ്റർ. ഓക്കെ, പിന്നെ നമുക്ക് 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതായത് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 1, 11, 23. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതി ആയിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫ്യൂച്ചർ സെൽഫിനെ നിങ്ങളോട് പറയാനുള്ള ഈ ബന്ധത്തെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു, ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനി നിങ്ങൾക്കൊരു വ്യക്തിഗത റീഡിംഗ്, ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ടോപ്പ് കമൻറ്റ്, ഓക്കെ, പിൻഡ് കമൻറ്റായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം എന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം.
പിന്നെ വാട്സപ്പിൽ നമ്മൾ കോളുകൾ സ്വീകരിക്കില്ല. വാട്സപ്പിൽ മെസ്സേജസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, അത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാം. ഓക്കെ, പക്ഷേ ചോദ്യങ്ങൾ പരമാവധി ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുമ്പോഴും നിങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് വിവരങ്ങൾ നിങ്ങളുടെ സ്വീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ആ വിവരങ്ങൾ, അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ, അതും ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിനും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സെൽഫ്, അവരുടെ ഫ്യൂച്ചർ സെൽഫിന് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നിങ്ങളോട് ചില എന്താ പറയുക കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് അവർ, ഈ പ്രത്യേകിച്ച് ഈ ബന്ധത്തിൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ അവരുടെ പേഴ്സ്പെക്റ്റീവ്, ഓക്കെ, അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, ഈ ഒരു ബന്ധത്തിനെ എങ്ങനെ കാണുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവരുടേതായ ചില കാര്യങ്ങൾ, അവരുടെ ചില തരത്തിലുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ചില രീതികൾ. അപ്പോൾ നിങ്ങൾക്കത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2വിൻ്റെ ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ ഫ്യൂച്ചർ സെൽഫിന് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച്, ഗ്രൂപ്പ് 2മായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗ്രൂപ്പ് 2വിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ ഫ്യൂച്ചർ സെൽഫിന് ഗ്രൂപ്പ് 2മായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വാവ്, നിങ്ങളെ അവർ ഡിവൈൻ ഫെമിനിനായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളെ അവർ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഡിവൈൻ ഫെമിനിൻ, അവരുടെ ക്വീൻ ആണ് നിങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു മാസ്കുലിൻ എനർജിയാണ് അവരുടേത് എന്ന് തോന്നുന്നു. അവരത്രയും ചെറിഷ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരത്രയും ഒരു എന്താ പറയുന്ന ആരാധിക്കുന്ന, അവർക്ക് അത്രയും ഒരു ശരിക്കും അതാണ് വേർഡ്, ആരാധിക്കുന്ന. ഓക്കെ, ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ എന്ന് അവർ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ. അവർ പിന്നെ ഒരു കാര്യം പറയുന്നത്, ഈ ഒരു ബന്ധം, ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരാൻ, ഈ ഒരു ബന്ധം ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒരു കൂടുതൽ ഉറപ്പുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേഗത കുറവായിരിക്കും. പക്ഷേ അതിൽ ഒന്ന് ക്ഷമ കാണിക്കണം എന്ന് അവർ നിങ്ങളോട് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ബന്ധത്തിനെ ഒരു നിസ്സാരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. അവർ നിങ്ങളൊരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ നല്ലൊരു എന്താ പറയേണ്ട ധാരണ, പരസ്പരം കൃത്യമായി മനസ്സിലാക്കി ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, ഒരു റിലേഷൻഷിപ്പിൽ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും അവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് വളരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു പേഷ്യൻസ് കാണിക്കണം. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇതൊരു സക്സസ്ഫുൾ കണക്ഷനായിട്ട് ലോങ് ടേമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. ഓക്കെ, അവരതുപോലെ പറയുകയാണെങ്കിൽ ഇതൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷനാണ്. ഓക്കെ, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അവർ എന്താ പറയുക, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അതത്രയും അവരെ അത്രയും ആഗ്രഹിച്ച് കിട്ടും. നമുക്കൊരു കാര്യം അത്രയും ആഗ്രഹിച്ച് കിട്ടുമ്പോൾ നമ്മളത് കൊണ്ട് നടക്കുന്ന രീതിയിലും ഉണ്ടാവും ഇല്ലേ? നമ്മളത് ഏറ്റവും നല്ല രീതിയിലാണ് കൊണ്ട് നടക്കുക. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച്, അത്രയും തീവ്രമായി ആഗ്രഹിച്ച്, അതിനായിട്ട് പ്രയത്നിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതേ കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു ജീവിത പങ്കാളി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച് അവർ അത്രയും തീവ്രമായി ആഗ്രഹിച്ച് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് അതുപോലെ തന്നെ അത് കൊണ്ട് നടക്കുന്നതും അതേ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നിങ്ങളും ഈ ഒരു കണക്ഷനും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും വളരെ വളരെ പ്രഷ്യസ് ആണെന്നുള്ളത് അവരുടെ ഒരു ആക്ഷനിൽ നിന്നും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങളോട് അവർ കംപ്ലീറ്റ്ലി ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. ഓക്കെ, അവരെ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യില്ല എന്നൊരു ഉറപ്പും കൂടെ തരികയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവർ
കണക്ഷൻ, ഈ ഒരു അവർക്ക് സ്ട്രോങ് ഒരു എർത്ത് സൈൻ ഉണ്ട് കേട്ടോ. വിർഗോ പ്ലേസ്മെൻറ്റ് മിക്കതും അവർക്ക് അവരുടെ സോഡിയാക് സൈനിൽ ഉണ്ടായിരിക്കാം. കാരണം ഇവിടെയൊക്കെ ഇരിക്കുന്നത് എർത്ത് കാർഡ്സ് ആണ്. ഇതിലും ഈ എംപ്രസിൻ്റെ എനർജിയും വിർഗോ ആണ്, അതും ഒരു എർത്ത് സൈൻ ആണ്. അപ്പോൾ ആ ഒരു എർത്ത് പ്ലേസ്മെൻറ്റ് അവർക്ക് സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ എർത്ത് പ്ലേസ്മെൻറ്റിലുള്ളവർക്ക് അവർക്കൊരു കാര്യവും നിസ്സാരമായിരിക്കില്ല. ഓക്കെ, അവരെന്തിലെങ്കിലും അവർ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് അത്രയും അവർക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അത് അവരത്രയും ആഗ്രഹിച്ച് അവരതിൽ ഫുള്ളി അതിലെന്ത് തന്നെയാണ് അതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അവരുടെ ഒരു എന്താ പറയുക, അതിൽ ഈ റിലേഷൻഷിപ്പിൽ 100% അവർ ഫെയ്ത്ത്ഫുള്ളും ആയിരിക്കും. ഒരു വിശ്വാസവഞ്ചന ഒരിക്കലും കാണിക്കില്ല. അതുപോലെ തന്നെ അവർ കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കില്ല എന്നും കൂടെ പറയുന്നു. അവർക്കപ്പോൾ അത്രയും അതുപോലെ തന്നെ ഒരു രീതിയാണ് നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങളുടെ കണക്ഷനിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ ഞാൻ എടുത്തു വെക്കുന്നു ഉണ്ടായാൽ തന്നെയും അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയാണ്. കാരണം അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് വരും. ഓക്കെ, ഈ ഒരു ബന്ധം എന്താ പറയുക വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കും. പക്ഷേ തുടക്കത്തിൽ കുറച്ചൊരു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു ചാലഞ്ചസ്, തുടക്കത്തിൽ ചാലഞ്ചസ് കാണാൻ ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ ഇടയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ചെറിയ ഉടക്കിലാവും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഫസ്റ്റിലേക്ക് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ അവർ പറയുകയാണ് അങ്ങനെ വിട്ട് കളയരുത്. കാരണം ഇത് എന്താ നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇതിൽ വളരെ നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഒരുമിച്ചുണ്ടാകുക. ആ തുടക്കത്തിലെ ചാലഞ്ചസിനെ വിട്ട് കളയാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം ഇത് ഒരു ലോങ് ടേം കണക്ഷനാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫോർ എവർ കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ ചാലഞ്ചസ് കാണുമ്പോഴേക്കും നിങ്ങളത് വേണ്ടാന്ന് വെക്കരുത് എന്ന് എടുത്ത് പറയുന്നു. കാരണം അതിൽ നിന്നെല്ലാം നിങ്ങൾ മറികടക്കും. ഓക്കെ, അതാണ് എനർജി. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാകുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ജീവിത പങ്കാളി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ വളരെ സ്പിരിച്വലി അവേക്കൻഡ് ആണ്. ഓക്കെ, അവർ സ്പിരിച്വലി അവർക്ക് ആ ഒരു സൈക്കിക് എബിലിറ്റീസൊക്കെ വളരെയധികം ശക്തമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തിരിച്ചറിവ് വളരെ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരത് എടുത്ത് പറയുന്നത് ഒരു ചാലഞ്ചസ് കാണുമ്പോഴേക്കും ഈ ബന്ധം വേണ്ടാന്ന് വെക്കരുത് എന്നുള്ളത് അവരെടുത്ത് പറയാനുള്ള കാരണം അതാണ്. കാരണം അവർക്കറിയാം ഇത് നിങ്ങളാണ് അവരുടെ ജീവിത പങ്കാളി എന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും അതുപോലെ അവരുടെ സുഹൃത്തുക്കളും ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, പിന്നെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ട് മീറ്റ് ചെയ്യുമ്പോഴും അവിടെ നല്ലൊരു ഫ്രണ്ട് സർക്കിളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് കൂടും എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, നിങ്ങളൊരു പാർട്ട്നേഴ്സാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹൃദം നിങ്ങളുമായിട്ട് ഫോം ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ്. കാരണം ആ സൗഹൃദമാണ് ഈ ഒരു ബന്ധത്തിനെ കൂടുതൽ നല്ലതാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഒരു ബ്യൂട്ടിഫുൾ ആക്കുക എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണ് താനും. കാരണം പാർട്ട്നേഴ്സിനിടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബന്ധം വളരെ സക്സസ്ഫുൾ ആയിട്ട് കാലാകാലങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാ അർത്ഥത്തിലും ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ വേണം. അപ്പോഴാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ, കൃത്യമായി തിരുത്താനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവരതുകൊണ്ട് തന്നെ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ പറയണം ആ ഒരു സൗഹൃദം. അപ്പോൾ ഇവരെ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യുക നിങ്ങളുമായിട്ട് ആ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ്. ഓക്കെ, ഇതിന് ശേഷമാണ് അവരതൊരു റൊമാൻറ്റിക് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവർ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുകയാണ്, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണം എന്നുള്ളത് ഈശ്വരൻ്റെ നിശ്ചയമാണ്. ഓക്കെ, ഇത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷനാണ് എന്നവർ പറയുന്നു. നിങ്ങളുടെ ഹയർ ലെവൽ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി, നിങ്ങൾക്കായി മെസ്സേജ് ചാനൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അതുപോലെ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു ബന്ധത്തിലായതിനു ശേഷം നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല, ഒറ്റപ്പെട്ടു ആ ഒരു തോന്നൽ ഉണ്ടാകുകയില്ല എന്നവർ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓക്കെ, ഏതൊരവസരത്തിലും ഏതൊരു കാര്യത്തിലും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാൽ പോലും അതിലൊക്കെ നിങ്ങളുടെ കൂടെ അവരുണ്ടാകും എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്കിപ്പോൾ
എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച, നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ആരാണോ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി തന്നെയാണ് അത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട വ്യക്തികളൊന്നും തന്നെ നിങ്ങളുടെ ശരിയായ ഒരു വാല്യൂ അറിയുന്നവരല്ല. അപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നാൽ പോലും അവർ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങളെ എന്ത് ചെയ്യില്ല, ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് അവരെന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി അവർ അത്രയും ചെറിയത്, ഞാൻ പറഞ്ഞല്ലോ, അവർ അത്രയും തീവ്രമായി ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കപ്പെടേണ്ടത്, നിങ്ങളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്, അതുപോലെ തന്നെ അവർ കൊണ്ടു നടക്കും എന്ന് നിങ്ങൾക്കൊരു വാക്ക് തരികയാണ് അവിടെ. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏസ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഈയൊരു എന്താ പറയണ്ടേ, റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരുപാട് സംസാരിക്കും എന്ന് പറയുന്നു. ഒരുപാട് നിങ്ങളെ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ടാവും. കാരണം അവർ ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കൂടെ കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഓക്കെ, അതായത് ഇപ്പോൾ എന്താ പറയുക ടൂർ പോകുക അങ്ങനത്തെ കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ തന്നെ വീട്ടിലിരുന്ന് പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിലാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ അവർ പറയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതം ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുന്നതിനും ഓക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും കൂടെ അവർ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതായത് അവിടെ ആ ഒരു നിങ്ങൾ എത്രത്തോളം തുറന്ന് സംസാരിക്കുന്നു, എത്രത്തോളം ഒരു സൗഹൃദം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു, അത്രത്തോളം ഈ ഒരു ബന്ധം വളരെ ഒരു ശാന്തമായ, വളരെ സമാധാനം നിറഞ്ഞ ഒരു ബന്ധമായിരിക്കും എന്നവർ പറയാണ്. പിന്നെ അതുപോലെ ഫൈനാൻഷ്യലായിട്ട് ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒരുമിച്ചായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഓക്കെ അതൊക്കെ അതിലൊന്നും അവർ കൈകടത്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു വാക്ക് തരികയാണ്. അപ്പോൾ ചില പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട്ണർ, അതായത് അവരുടെ പാർട്ട്നേഴ്സ് തമ്മിൽ അവർ ഒന്നില്ലെങ്കിൽ അവർ സാലറി എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒക്കെ ചില ടെൻഡൻസി, ചിലർക്ക് ഹസ്ബൻഡ്സ് ആണെങ്കിൽ അവർ പറയും വൈഫിൻ്റെ സാലറി തന്നിരിക്കണം, അങ്ങനത്തെ ഒക്കെ നിർബന്ധ ബുദ്ധികളുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില വൈഫ് പറയും എന്ത് ഹസ്ബൻഡിനോട് സാലറി ഏൽപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതായത് അവിടെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ് കൈകടത്തുന്നത്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീസണബിളായിട്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കാണുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നും കൂടെ അവർക്ക് ആ ഒരു എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഫൈനാൻഷ്യലി സ്റ്റേബിളും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫ്രീഡം, അതിലേക്കൊന്നും അവർ കൈകടത്തില്ല, അനാവശ്യമായിട്ട് അവരുടെ ഇടപെടലുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നു. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് എന്താ പറയുക ഒരു ശാന്തമായിട്ട് പോകുന്ന ഒരു കണക്ഷൻ. നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിരിക്കും, എന്നാൽ അതേസമയം വളരെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നൊരു കണക്ഷനാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് നിങ്ങൾ പോലും അറിയാതെ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ബന്ധവും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് അത്രയും എളുപ്പത്തിൽ, അത്രയും നാച്ചുറലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിയാണ്, നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളും കൂടെ കൂടുതലുണ്ടായി എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ അതിനപ്പുറം എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സ് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി തരുന്ന തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും കൂടെ അവർ നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ അത് അവരത്രയും നിങ്ങൾ ആസ് എ പേഴ്സൺ എങ്ങനെയാണ്, നിങ്ങളുടെ രീതികൾ എങ്ങനെയാണ്, അതൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതൊന്നും നിങ്ങളോട് മാറ്റാനായിട്ടും ആവശ്യപ്പെടില്ല, അവരായിട്ടൊട്ടും ആവശ്യപ്പെടില്ല. ഓക്കെ, പിന്നെ അവരെ നിങ്ങൾ ഓൾറെഡി അറിയിക്കുകയാണ്, നിങ്ങളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ, ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നും എന്നുള്ളത്. ഓക്കെ, അവരറിയിക്കുകയാണ്. അത് അവർക്ക് ഫസ്റ്റ് മീറ്റിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ആ ഫസ്റ്റ് മീറ്റിൽ തന്നെ അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഹയർ സെൽഫ് നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കൈൻഡ് ഓഫ് എനർജി ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യില്ല, ഒരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യില്ല. ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങുന്നു, പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ചാലഞ്ചസ് ആദ്യം സംഭവിക്കുക, ആദ്യം എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുക, പിന്നെ അവിടെ നിന്നാവും
അത് ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുന്നത്, പിന്നെയാണ് അവിടുന്ന് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത്. പക്ഷേ ഈ വ്യക്തി നിങ്ങൾ എപ്പോഴാണ് ആദ്യമായി കണ്ടുമുട്ടുന്നത് അപ്പോൾ തൊട്ട് നിങ്ങളോട് ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ, ആ ഒരു പ്രണയം അവർക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പാർക്ക് അവർക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അവർ പറയുന്നത് എന്താ വെച്ചാൽ എങ്ങനെ ഒരു ബന്ധം വേണോ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് അവരാഗ്രഹിക്കുന്നു അതേ തരത്തിലുള്ളൊരു ബന്ധം. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനത്തെ ഒരു ബന്ധമാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരീഡ് ലൈഫ് ആയിക്കോട്ടെ, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതേ തരത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അതേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിത പങ്കാളിയെ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ. ഓക്കെ, ഇങ്ങനൊരു ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. അതായത് ശരിയായിരിക്കുമോ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ബന്ധം നന്നാവോ, പ്രശ്നം ഉണ്ടാവോ, അങ്ങനത്തെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും എന്ന് നിങ്ങളോട് പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങളെ മുന്നേ വേദനിപ്പിച്ച തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ഒരിക്കലും അങ്ങനത്തെ ബന്ധങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ സാമീപ്യത്തോടെ, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിലൂടെ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും. നിങ്ങൾ ലൈഫിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും എന്നും കൂടെ അവരറിയിക്കുകയാണ്. കണ്ടോ, നിങ്ങളുടെ ഇവരുമായിട്ടുള്ള ഒരു കണക്ഷനിൽ നിങ്ങൾ ഏർപ്പെടുന്നതോടുകൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പുതിയ റിയാലിറ്റി, ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ ചെന്ന് ചേരുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സക്സസ്, നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, വിജയങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആഘോഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഘോഷിക്കാൻ, അങ്ങനത്തെ സാഹചര്യം, അപ്പോൾ ആഘോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കാണുന്നു. പിന്നെ അണ്ടർലൈങ് എനർജി കണ്ടു, 10 of Cups ആണ്. അതായത് അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ കൈൻഡ് ഓഫ് ഒരു ലൈഫാണ് നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നു നിങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരാൾ മിക്കതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും കേട്ടോ, എന്താ പറയുക, ദൂരത്തായിരിക്കും, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറച്ച് നാൾ ഉണ്ടാകുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നുണ്ട്. കാരണം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആ ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ ആയതിനു ശേഷം നിങ്ങൾ ഒരുമിച്ചാണ് പിന്നെ റീലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾ എന്തായാലും അനുഭവിച്ചിരിക്കും. കുറച്ച് നാൾ ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് അവർ നിങ്ങളെ മുന്നേ കൂട്ടി അറിയിക്കുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങളോട് അവർ പറയുകയാണ്, ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് തോന്നും അതൊരു റിസ്ക്കാണ് ഈ ഒരു വ്യക്തി, കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചാലഞ്ച് നിങ്ങളുടെ ഫസ്റ്റിലേ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാകെ തകർന്നു പോകും, ഇതാകെ പ്രശ്നമാണോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളോട് പറയുന്നു, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക, സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. ഈ ഒരു ബന്ധം യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ, ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അടിമുടി മാറ്റിമറിക്കും, പക്ഷെ അത് നിങ്ങൾക്കൊരിക്കലും സ്ട്രെസ്സ് തരുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു പാഷൻ, ഓക്കെ, ആ ഒരു അട്രാക്ഷൻ അത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതും കൂടെ അറിയിക്കുകയാണ് അവർ, പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അവരോടുള്ള സ്നേഹം കൂടുതലും ആ ഒരു അട്രാക്ഷനൊക്കെ അവരെത്രത്തോളം നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്, എത്രത്തോളം നിങ്ങളോട് ആ ഒരു കണക്ഷൻ, ആ ഒരു സ്നേഹമുണ്ട്, നിങ്ങൾ എത്രത്തോളം അവർ ചെറിഷ് ചെയ്യുന്നു എന്നുള്ളത് അവർ വളരെ എന്താ പറയുക ഓപ്പൺ ആയിട്ട് തന്നെ അത് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നും കൂടെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ തയ്യാറായിരിക്കുക. ഓക്കെ, കാരണം അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വാല്യൂബിൾ ആണ്, എത്രത്തോളം നിങ്ങൾ പ്രഷ്യസ് ആണ് എന്നുള്ളത് അവർ കാണിക്കുന്നത് ഇങ്ങനെ എന്താ പറയുക പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ആക്ഷനിലൂടെയാണ്. അപ്പോൾ ആ ജെസ്റ്റേഴ്സ് ഒക്കെ വളരെ ഓപ്പൺ ആയിരിക്കും. അവർക്ക് അങ്ങനെ ഒരു മടിയുള്ളൊരു വ്യക്തിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യും. അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളെ അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീവ്രമായി ആഗ്രഹിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, ഈ ബന്ധവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത്രയും ആസ്വദിക്കുന്നു, അവരതിനെ അത്രയും ചെറിഷ് ചെയ്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന്. ഓക്കെ, പിന്നെ പറയുകയാണ് ഈ ഒരു ബന്ധത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കണക്ഷനിലായിരിക്കെ നിങ്ങളത് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ എന്താ പറയുക ഈസി ആയിരിക്കും.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എപ്പോഴാണ് പോവുക അങ്ങനെ ഒരു ചിന്തയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതിൽ ഓരോ മാറ്റം, നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനൊരു ഫാമിലി, ഒരു മാരേജിലേക്ക് പോകുന്നതും ഇതിനെല്ലാം ഓരോ ടൈമുണ്ട്. ആ കൃത്യസമയത്ത് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കുകയും ചെയ്യും. ഓക്കെ, വളരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്ഷമ വേണം എന്നുള്ളത് അവരെ ആദ്യമേ എടുത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിവൈൻ ടൈമിങ്ങിലും ഡിവൈൻ പ്ലാനിലും വിശ്വസിക്കാനാണ് പറയുന്നത്. അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങളോടും പറയുന്നു. ഈ ഒരു ബന്ധത്തിലും നിങ്ങളിലും ഈ ഒരു വ്യക്തിയിലും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നും കൂടെ അവർ നിങ്ങളെ അറിയിക്കുന്നു. ഇനി നമുക്ക് അപ്പോൾ ഈ ബന്ധത്തിൽ ഞാനീ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ചില കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഒരു തരത്തിലുള്ള ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്ത ഉണ്ടാവാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് പറയുന്നത്, വിശ്വസിക്കാൻ പറയുന്നത്, ഡിവൈൻ പ്ലാനിലും ഡിവൈൻ ടൈമിലും വിശ്വസിക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസ്. ഓക്കെ, ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസ്. ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഗ്രൂപ്പ് 2-ലും എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. ക്ലൂസിലായിക്കോട്ടെ, നമുക്ക് കിട്ടിയ കാർഡിലായിക്കോട്ടെ, മെസ്സേജസിലായിക്കോട്ടെ, ഒക്കെ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സാജിറ്റേറിയസ് പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. സാജിറ്റേറിയസ് ഫസ്റ്റിൽ കിട്ടിയിട്ടുണ്ടോ? അല്ല, ടോറസ് ആണ് കിട്ടിയത് അവിടെ. പിന്നെ ലിയോ പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സാജിറ്റേറിയസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് സാജിറ്റേറിയസ് സൺ മൂൺ റൈസിങ് സോഡിയാക് സൈൻ പ്ലേസ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികളാണ്. നമുക്ക് 1-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 5, 6, 11, 17, 20, 21. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതി ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് OINV. അപ്പോൾ ഈ എന്താ പറയണ്ടേ ആൽഫബറ്റ്സ് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ആകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ പേരിൻ്റെ ആദ്യത്തെ പേരുണ്ടല്ലോ, അവരുടെ പേര് ഫസ്റ്റ് നെയിം, അതിൽ ഈ പറഞ്ഞ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ 2 ആഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. അപ്പോൾ ഈ ബുധനും വ്യാഴവും ഇതിലേതെങ്കിലും ദിവസമായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് 1-ൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ചില ക്ലൂസ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് 2-ലുള്ളവർക്ക് ഗ്രൂപ്പ് 1 ഒന്ന് കണ്ടാലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണൂ. ഇവിടെ ഒരു കണക്ഷൻ ഡെഫിനറ്റ്ലി എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ റീഡിംഗ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻഡ് കമൻസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ റീഡിംഗ് നിങ്ങൾ കേട്ടിരുന്നതിനും ഈ റീഡിങ്ങിൽ ഇത്രയും നേരം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച്, ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അവരുടെ ഹയർ സെൽഫിന് എന്താണ് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ഫ്യൂച്ചർ സ്പൗസിന് അവരും ഈ ഗ്രൂപ്പ് 3-മായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും എന്നാണ് ആദ്യമേ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളൊരു ചാലഞ്ചസിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു അങ്ങനത്തെ ഇപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി അങ്ങനെ വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം.
അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ, ട്രോമ അതൊന്നും കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുകയും ബാക്കി നിങ്ങൾ ഹീൽ ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഒരു സ്വസ്ഥത വരുന്ന വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ ഫുള്ളി റിലീസ്ഡ് ആകുന്ന, ഫുള്ളി അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ഒരു കാലത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സമാധാനത്തിൽ അല്ലെങ്കിൽ ഒരു ട്രിഗേർഡ് ആകാതെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയും പിന്നെ അതിൽ നിന്നും എന്താ പറയുക ഒരു മാറ്റം, നിങ്ങളിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ളത് എന്നും കൂടെ നമുക്ക് കാണുന്നു. പിന്നെ ഇതൊരു ലോങ് ടേം സ്റ്റേബിൾ സെക്യൂർ കണക്ഷനാണ്. എനിക്ക് മാരേജ് കാർഡ് റൈറ്റ് അവേ കിട്ടിയിട്ടുണ്ട്, ഹയറോഫന്റ്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പറയുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, സ്നേഹത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ജീവിതത്തിനെക്കുറിച്ചും പല പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബന്ധമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പല രീതികൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പല മുഖങ്ങൾ നിങ്ങൾ കാണുന്ന ഒരു ബന്ധം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്നേഹത്തിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം, ഇങ്ങനെയാണെന്നൊക്കെ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം, ആ ഒരു വിവാഹത്തിലുള്ള ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മാറ്റിമറിക്കുന്ന, അതിലൊക്കെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടുന്ന, അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടുന്ന ഒരു ബന്ധം കൂടിയായിരിക്കും എന്ന് കാണുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങളൊരു ഏകാന്തത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏകാന്തതയിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. അത് നിങ്ങളപ്പോൾ ചിലപ്പോൾ അനുഭവിക്കുന്നതായിരിക്കില്ല, നിങ്ങൾ സ്വയം അതിൽ തന്നെ അങ്ങനെ ആകണം എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളങ്ങനെ ഒരു എന്താ പറയുക സോളിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ആ ഒരു സോളിറ്റ്യൂഡ് അവസാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കണക്ഷൻ. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയതിനു ശേഷം ഒരിക്കലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നുള്ള കാര്യം വളരെ കുറവായിരിക്കും. കാരണം അവർ നിങ്ങളങ്ങനെ ഒരു സോളിറ്റ്യൂഡിലിരിക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് കാണുന്നു. ഓക്കെ, എന്താണെങ്കിലും ആ ഒരു ഏകാന്തത, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഏകാന്തതയാണെങ്കിൽ അത് അനുഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അനുഭവിക്കുന്ന ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, നിങ്ങൾ ചൂസ് ചെയ്യാത്തതാണെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു കാറ്റഗറിയോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ആ ഒറ്റപ്പെടൽ ഈ റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, വെറുതെ ഒരു ഫിസിക്കലി കൂടി ഉണ്ടായിരിക്കും എന്നല്ല, നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാനും, നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, അതിനൊക്കെ ക്ഷമയോടെ കേൾക്കാനും, അതിനായി സമയം മാറ്റിവെക്കാനും അവർക്കെപ്പോഴും സാധിക്കുമെന്ന് പറയുന്നു. ഈ ബന്ധത്തിൽ ഒരുപാട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും പിന്നെ ഏസ് ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്, അതോടൊപ്പം ഒരു ഇൻഡെപ്ത് ഫീലിങ്സ്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മിക്സ്ചറാണ് ഈ ഒരു കണക്ഷൻ എന്ന് കാണുന്നു. അപ്പോൾ അവിടെ ഇൻറ്റിമസി ഉണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അവരുടെ ലവ് ലാംഗ്വേജ്, അവർ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് കൂടുതൽ ഫിസിക്കൽ ടച്ചിലൂടെ ആയിരിക്കും. ഓക്കെ, അവരുടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ കൂടുതൽ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു ഇൻറ്റിമസിയിലൂടെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്നാൽ അതേസമയം അവർക്ക് ആ ഒരു ഇൻഡെപ്ത് ഫീലിങ്സും നിങ്ങളോട് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല, ആ ഒരു ഇൻഡെപ്ത് ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ആസ് എ പേഴ്സൺ അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ പൂർണ്ണമായിട്ട് ആ ഒരു നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെ ആ ഒരു സ്നേഹം അവർ കാണിക്കുന്നത്, അത് നിങ്ങളായിക്കോട്ടെ, ആ ഒരു സ്നേഹം കൂടുതൽ നിങ്ങളെ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യുക ഒരു ഇൻറ്റിമസിയിലൂടെ ആയിരിക്കും എന്ന് പറയുന്നു. അവർക്കൊരു ഡിവൈൻ ഫെമിനിൻ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് അവർ വളരെ കെയറിങ് ആയിരിക്കും, ഒരു നേർച്ചറിങ് എനർജി, ശരിക്കും ഒരു അമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയില്ലേ, അത് ആ സ്നേഹവും കരുതലും അങ്ങനെ തരുന്ന ഒരു വ്യക്തി. ഓക്കെ, കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ പോകുന്ന ഒരു ഇമോഷൻസ്, നിങ്ങളിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഓക്കെ അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലാവും. നിങ്ങളെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വിഷമമുണ്ടോ, നിങ്ങൾക്ക് ടെൻഷനുണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള, അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാ തരത്തിലും വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ
നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യും എന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് മാറി താമസിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു വ്യക്തിനെ ആദ്യം കണ്ടുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ അവരെ ആദ്യം ഒരു ഇനീഷ്യൽ എൻഗേജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴോ ഒരിക്കലും ഈ ഒരു ബന്ധം ഇതൊരു മാരേജിലേക്ക് എത്തും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ കാര്യമായിട്ടൊരു എന്താ പറയണ്ടേ, പ്രത്യേകിച്ചൊരു നെഗറ്റീവ് എനർജിയോ അല്ലെ ചാലഞ്ചസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്ലൂസൊക്കെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് എൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ഫസ്റ്റ് കാണുമ്പോൾ ഇന്ന ഏഞ്ചൽ നമ്പർ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഇന്ന കാര്യം കാണിച്ചു തരണം, അങ്ങനെ ക്ലൂസൊക്കെ ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ അത് കണ്ടാൽ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ ആണ്, അപ്പോൾ ഇതാണ് വ്യക്തി, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു സ്ട്രോങ് ഫീൽ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സയൻസ് ഒക്കെ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും സിങ്ക്രണസിറ്റീസ് ഒക്കെ എത്ര കിട്ടിയാലും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യില്ല എന്ന് പറയുന്നു. ഓക്കെ. അത് യൂണിവേഴ്സ് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് മീറ്റിൽ നിങ്ങൾ ഒട്ടും എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഈ ജീവിതം മൊത്തം ഇനി ജീവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല എന്നാണ് കാണുന്നത്. ഇവരതുപോലെ അവർ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് എനർജി ഉണ്ട്. പിന്നെ അതുപോലെ അത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ യാത്രകൾ ചെയ്യുക, ഒരുപാട് പുറത്ത് പോകുക, കുറേ സമയം നിങ്ങൾ വീട്ടിലായിരിക്കില്ല സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുന്നു, യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അങ്ങനെ. ഓക്കെ. വളരെ ഇവൻറ്റ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും ഓരോരോ പരിപാടികൾ, ഓരോരോ കാര്യങ്ങൾ, ഓരോരോ പുതിയ എന്താ പറയേണ്ട ചിലപ്പോൾ പാർട്ടികളൊക്കെ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ, ആഘോഷങ്ങൾ, അങ്ങനെ വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് എന്ന് ഞാൻ കാണുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇല്ലേ, നിങ്ങളുടേതായ ചില മോറൽ വാല്യൂസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, എത്തിക്സ് ഉണ്ട്. അതൊന്നും ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല എന്ന് നിങ്ങളോട് എടുത്തു പറയാണ്. ഓക്കെ. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ അതുപോലെ വളരെ ഒരു എന്താ പറയുക, ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ അത് ഒരുപാട് സ്ലോ ആയിട്ട് കാണുന്നില്ല, എന്നാൽ ഒരുപാട് ഫാസ്റ്റായിട്ടും കാണുന്നില്ല. അത് ശ്രദ്ധിക്കാം. പിന്നെ മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കാത്തിരുന്ന്, ഓക്കെ, നിങ്ങളായിക്കോട്ടെ ഈ ഫ്യൂച്ചർ സ്പൗസ് ആയിക്കോട്ടെ, അവരും പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നാൾ കാത്തിരുന്ന്, ഒരുപാട് നാൾ അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം തന്നെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും ഈ ഒരു കണക്ഷനിലേക്ക് വരുന്നതുമല്ല. ഓക്കെ. അപ്പം കുറച്ച് ഒരു വെയിറ്റിംഗ് പീരീഡ് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ഒരു വ്യക്തിയെ കാണുന്നതിന് മുൻപ് ഒരു വെയിറ്റിംഗ് പീരീഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോഴേ അതിനായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതായത് നിങ്ങളുടെ ചില ട്രോമാസ്, ചില വൂൺസ് അത് ഹീൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ, അത് അല്ലെങ്കിൽ ചില ഇൻസെക്യൂരിറ്റി, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അതിലൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴേ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് കെയർ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു തരത്തിൽ അവർ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരുന്ന പോലെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോഴേ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ചോയ്സ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് അവർ പറയുകയാണ്. പിന്നെ ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരുപാട് വളരാൻ, ഓക്കെ, ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈഗോ ഒരു പ്രശ്നമാവരുതെന്നും കൂടെ എടുത്ത് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ, അപ്പോൾ എപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ടിരിക്കാൻ പറയുന്നു. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ ഒക്കെ റെഡിയാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കണക്ഷനാണ്. പക്ഷേ നിങ്ങൾക്കൊരു എവേക്കനിങ്, നിങ്ങൾക്കൊരു അപ്ഗ്രേഡൊക്കെ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും. ഓക്കെ. അവരും ഒരുപാട് ആസ് എ പേഴ്സൺ അവരൊരുപാട് വളരുന്ന, അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്ന, അല്ലെങ്കിൽ അവർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടുന്ന, ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്ന് കാണുന്നു. ഓക്കെ.
ഇതിൽ ഈ ഒരു ബന്ധം വളരെ പരസ്പരം വിശ്വാസവും ഒക്കെ ഉള്ള ഒരു കണക്ഷനാണ് കേട്ടോ. അപ്പം വിശ്വാസ്യതയൊക്കെ ഉണ്ട്. വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളോട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, നിങ്ങളും അങ്ങോട്ടും ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു നമുക്ക് വളരെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ആണ് കാണുന്നത്. ട്രഡീഷണൽ സ്റ്റൈൽ ഇൻ ദ സെൻസ് ആ ഒരു എത്തിക്സ്, ആ ഒരു മോറൽസ് ഒക്കെ കറക്റ്റ് ട്രഡീഷണൽ സ്റ്റൈലിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എന്താ പറയുക, പരസ്പരം ആ ഒരു ബഹുമാനം വേണം, പരസ്പരം ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ടും ഒരു ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഒരുപാട് എന്താ വളരെ ഇപ്പോൾ ഒരു ഒരു പോയിന്റ് വരെ ഈ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞു കണ്ടുമുട്ടുന്നത് വരെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയ റിലേഷൻഷിപ്പിലായി പോകുന്ന ആ ഒരു സമയം വരെ കുറച്ച് ഒരു, അതായത് നിങ്ങളൊരു മാരേജ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത് വരെ ഒരു ഇത്തിരി സ്ലോ ആണ്. ഒരുപാട് സ്ലോ അല്ല, പക്ഷേ ഇത്തിരി സ്ലോ ആണ്. പക്ഷെ അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്നാണ് പ്രോഗ്രസ് ഉണ്ടാകുക. ഓക്കെ, അപ്ഗ്രേഡുകൾ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെയായിരിക്കാം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതും കാര്യങ്ങളും, അങ്ങനെ നിങ്ങളുടെ ഫാമിലി എക്സ്പാൻഡ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, പിന്നെ ചിലപ്പോൾ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുക, പുതിയ വീട് വയ്ക്കുക, മാറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുക എന്ന് കാണുന്നു. പിന്നെ ഇതൊരു അവർ നിങ്ങളോട് അറിയിച്ചു വയ്ക്കുകയാണ്, ഇതൊരു പുതിയ ബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാകാൻ, ചിലപ്പോൾ അറിയുന്ന ആളാകാം, പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് മുന്നൊരു പ്രണയബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ എനർജിയാണ്. ഒരു ലവ് സിറ്റുവേഷനിൽ ഇതൊരു ന്യൂ എനർജിയാണ്. ചിലപ്പോൾ ഈ ആൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ ഇവരായിട്ടൊരു കണക്ഷൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ആളെ തന്നെ അറിയുന്നുണ്ടാവില്ല. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ സമാധാനം നിറഞ്ഞ, ഓക്കെ, വളരെ സ്വസ്ഥതയുള്ള ഒരുപാട് സ്നേഹം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബന്ധമായിരിക്കും. അത് സ്നേഹം നിങ്ങൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്നുമുണ്ട്. ഓക്കെ, അത്രയും നല്ലൊരു ബന്ധമാണ്. യൂണിവേഴ്സായിട്ടാണ് ശരിക്കും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇടപെടൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നും കൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അറിയിക്കുകയാണ് കേട്ടോ. അത്രയും അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഹയർ സെൽഫാണ് ഈ പറയുന്നത്. ഹയർ സെൽഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫ്, അവർക്ക് ഓൾറെഡി ഈ ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നറിയാലോ. അപ്പോൾ അവരാണ് ഈ പറയുന്നത് ഈ ഒരു ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്രയും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ളത്. അത് നിങ്ങൾ എന്താ പറയുക, എങ്ങനെയാണോ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് എന്തുണ്ട്, ഒരു പവർ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഈ ബന്ധം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അല്ല, നിങ്ങൾ എങ്ങനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയായിരിക്കണം ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കണം എൻ്റെ ഫ്യൂച്ചർ സ്പൗസും, അങ്ങനെ നിങ്ങൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു ബന്ധത്തിലേക്ക് അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫോറെവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലെങ്കിൽ ഫോറെവർ ലവ്, അങ്ങനത്തെ ഒരു എനർജിയൊക്കെ എനിക്ക് കിട്ടുന്നു. അങ്ങനത്തെ ടേംസൊക്കെ ഞാൻ കേൾക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഹീലിംഗ് തരുന്ന ഒരു കണക്ഷനാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആളുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം അവരാണ് നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായി തരുന്നതും, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളിലെ ശരിയായ കഴിവുകൾ, നിങ്ങളിൽ എന്താ പറയുക നല്ല കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നതും പറഞ്ഞു തരുന്നതും, അത് അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതും നിങ്ങളുടെ ഈ ജീവിത പങ്കാളിയാണ്. ഓക്കെ, അത് കല്യാണം കഴിഞ്ഞിട്ട് എന്നല്ല ഞാൻ പറയുന്നത്, അതിന് മുന്നേ പരിചയപ്പെടുമ്പോൾ തൊട്ടേ അവരിങ്ങനെ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഫീച്ചേഴ്സ് നല്ലതാണ്, ചിലപ്പോൾ നിങ്ങളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ശബ്ദം നല്ലതാണ്, ഓക്കെ, നിങ്ങൾ നന്നായി ഇന്ന കാര്യം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്വയം എന്താ പറയുക, ആ ഒരു കഴിവുകൾ എന്താണെന്നൊക്കെ നിങ്ങൾ കുറേയൊക്കെ തിരിച്ചറിയുക ഈ ഒരു ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു ബന്ധത്തിലായതിനു ശേഷമാണ്. ഓക്കെ, ഈ വ്യക്തിയിലൂടെയാണ്. അപ്പോൾ അവരത്രയും നിങ്ങളെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിലൂടെ. മാത്രമല്ല, നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാര്യമായ മാറ്റം നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസത്തിലായിക്കോട്ടെ ഒരുപാട് മാറ്റം, നിങ്ങൾ ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു മാറ്റം വരും. അപ്പം എന്തായാലും ചുറ്റുമുള്ളവർ അത് നോട്ടീസ് ചെയ്യാനും തുടങ്ങും. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണോ അവരെ പറ്റി എത്രയൊക്കെ ക്ലൂസ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ സാധിക്കുമോ അത്രയും ക്ലൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ക്ലൂസ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ദിവസം, ഒരാഴ്ച എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ അവർ ജനിച്ച ദിവസമായിരിക്കാം. പിന്നെ 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ജാനുവരി, മാർച്ച്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവർ ജനിച്ചിട്ടുള്ള മാസം, അവർ ജനന മാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്. കാപ്രിക്കോൺ, സ്കോർപിയോ, ജെമിനായി, വിർഗോ, സാജിറ്റേറിയസ്, പൈസീസ്. ഓക്കെ, ഇത്രയും സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൺ മൂൺ റൈസിങ് സോഡിയാക് സൈൻസ് ഈ പറയുന്ന ഈ ഉള്ളതിൽ ഏതെങ്കിലും 3 ആകാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 27, 6, 18, 7, 15. ഇതിലേതെങ്കിലും അവരുടെ ജനനത്തീയതി ആവാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. വി, എഫ്, ഐ, എം, എ, ഇ. അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ അവരുടെ പേരിലെ അക്ഷരങ്ങൾ ഒക്കെ ഇതിലുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുക, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്സപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കോളുകൾ സ്വീകരിക്കില്ല, മെസ്സേജസ് മാത്രമേ സ്വീകരിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങളായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പം ലെങ്തി ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ വോയിസ് അയക്കാം. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ ശേഖരിക്കുന്ന വിവരങ്ങളുണ്ട്, നിങ്ങളുടെ പേര്, ജനനത്തീയതി മുതലായ കാര്യങ്ങൾ, ഇതെല്ലാം ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് മൊത്തം നിങ്ങൾ കേട്ടിരുന്നതിനും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. താങ്ക് യു.